ഞങ്ങൾ 4 ഡേയ്സ് ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ US ഒഹായോ സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയി 4 ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. 4 ദിവസത്തെ ഐറ്റിനറി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതിൽ കുറേ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു, എന്തൊക്കെ നമ്മളിനി കെയർ ചെയ്യണം, അങ്ങോട്ട് പോകേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഐറ്റിനറിയിലേക്ക് കിടക്കാം. പിന്നെ ഞങ്ങൾ പോയ ദിവസം പറയുന്നത് ഒരു ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഫൈനാൻഷ്യലി കുറച്ച് കാശ് കൂടുതൽ ചിലവായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് ന്യൂയോർക്കിലെത്തി. ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് കുറച്ച് ദൂരെയായിരുന്നു. ന്യൂയോർക്ക് എന്ന സ്ഥലത്തായിരുന്നു. ന്യൂയോർക്കിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് ഞങ്ങൾ കുറേ ലഗേജ്, 4 ദിവസത്തെ ലഗേജ് ഉണ്ടായിരുന്നു. കുട്ടികളും 4 പേരുള്ള ഫാമിലിയാണല്ലോ. അപ്പോൾ അത് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഗേജ് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വെച്ചത്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ആദ്യം തന്നെ സബ്വേ എടുത്തിട്ട് ഞങ്ങൾ എത്തിയത് 33rd സ്ട്രീറ്റ് എന്ന സ്റ്റേഷനിൽ ആണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് ഹൈലൈനാണ് ഞങ്ങൾ ആദ്യം കാണാൻ പോയത്. പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് പെൻ സ്റ്റേഷൻ എന്നൊരു സ്റ്റേഷനൊക്കെ കണ്ടു. അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ദൂരെ നിന്ന് നമുക്ക് എഡ്ജ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങൊക്കെ കാണാം. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഹൈലൈനാണ് ഞങ്ങൾ കവർ ചെയ്യാൻ ശ്രമിച്ചത്. ഹൈലൈനിലേക്ക് എത്തി. ഹൈലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലി ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹൈലൈനിൽ കയറി. ഹൈലൈൻ എന്ന് പറയുന്നത് പണ്ടത്തെ റെയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഒരു വഴിയാക്കിയേക്കാണ്. അത് എത്രയോ അടി റോഡിൻ്റെ മുകളിൽ കൂടെയാണ് ആ ഹൈലൈൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് ഏകദേശം 2.5 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ ഹൈലൈനിലൂടെ ഫുള്ള് നടന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഇൻസ്റ്റലേഷൻസ് കണ്ടു. ഹൈലൈൻ കണ്ടു കഴിഞ്ഞ ശേഷം ഉച്ച സമയമായി, ഏകദേശം 2-2:30 സമയമായി. ആ സമയത്താണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത്. ലഞ്ച് കഴിച്ച് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. ലിറ്റിൽ ഐലൻഡ്. ലിറ്റിൽ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ഐലൻഡാണ്. ഒരു ഗാർഡനാണ്, ഒരു പാർക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലിറ്റിൽ ഐലൻഡും അതിന് ചുറ്റുപറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഹൈലൈനിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ചെൽസി മാർക്കറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെൽസി മാർക്കറ്റ് ആദ്യം വിസിറ്റ് ചെയ്തു. കുറച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അതൊരു ഫ്ലീ മാർക്കറ്റ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഞങ്ങൾ പിന്നെ എഡ്ജിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു. ദ എഡ്ജ് ഹഡ്സൺ യാർഡ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് എഡ്ജ് എന്ന് പറയുന്നത് ബിൽഡിംഗ്. അപ്പോൾ ഞങ്ങൾ എഡ്ജിലേക്ക് നീങ്ങി. അവിടെ ചെന്ന് എഡ്ജിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ 4ാമത്തെ ഫ്ലോറിൽ പോയി. അവിടെ നിന്ന് പിന്നെ എഡ്ജിൻ്റെ എൻട്രി, ടോപ്പ് ഫ്ലോറിലേക്ക് പോകാനുള്ള എൻട്രി അവിടെ നിന്ന് കയറി ഞങ്ങൾ ടോപ്പ് ഫ്ലോറിലെത്തി. നല്ലൊരു കിടിലൻ വ്യൂ ആണ് ടോപ്പ് വ്യൂ, സ്കൈലൈൻ വ്യൂ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ മോണ്യുമെൻറ്റ്സും ബിൽഡിങ്സും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ സ്റ്റാച്യു ലിബർട്ടി, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, വേൾഡ് ട്രേഡ് സെൻറ്റർ, അങ്ങനെ പല ഫേമസ് ബിൽഡിങ്സ് നമുക്ക് അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. പിന്നെ അതിനുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കോർണേഡ് എഡ്ജ് ഉണ്ട്. അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസും ഇതെല്ലാം ഷെയർ ചെയ്യാം. ഗ്ലാസ് ഫ്ലോറാണ്. നമുക്ക് താഴത്തേക്ക് ഒരു ഗ്ലാസ് ഇട്ട ഫ്ലോറുണ്ട്. അതിലൊക്കെ ഇരുന്ന് നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ എഡ്ജ് ഞങ്ങൾ ആസ്വദിച്ചു. ഏകദേശം സൺസെറ്റൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ കണ്ട് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, വെസൽ എന്ന് പറഞ്ഞിട്ട്. വെസലിപ്പോൾ നമുക്ക് എൻട്രി അലൗഡല്ല. അവിടെ കുറേ എന്താ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെസൽസ് കണ്ടു. വെസൽ എന്ന് പറഞ്ഞ ബിൽഡിംഗ് കണ്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആൾക്കാർ ആസ്വദിക്കുന്നത് കണ്ടു. അതിനുശേഷം പതുക്കെ ഞങ്ങൾ നടന്ന് സബ്വേ എടുത്ത് ഞങ്ങൾ നേരെ പോയത് ടൈം സ്ക്വയറിലേക്കാണ്. ടൈം സ്ക്വയറിൻ്റെ അവിടെ ഗംഭീര തിരക്കായിരുന്നു. രാത്രി ഏകദേശം ഞങ്ങളൊരു 9:30 സമയമായി. ഞങ്ങൾ ടൈം സ്ക്വയർ നന്നായിട്ട് ആസ്വദിച്ചു. ചുറ്റും ഭയങ്കര ലൈവ്ലിയാണ്. കുറേ നേരം നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവും. കുറേ കലാരൂപങ്ങളും സൃഷ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ലൈറ്റപ്പ്, സൈൻ ബോർഡ്സ്, ഇതൊക്കെ ഒരു പ്രത്യേക ലോകമാണ്. നമുക്ക് ഒരു ഉത്സവം, ഒരു പെരുന്നാൾ പോലെയൊക്കെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുക. ഫുൾ ടൈം അങ്ങനെയാണെന്ന് പറയുന്നത്. ഭയങ്കര ലൈവ്ലിയാണ്. അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ജോ പിസ്സ കഴിക്കാമെന്ന് പ്രതീക്ഷിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ ഏകദേശം 100-150 മീറ്ററോളം ക്യൂ ഉണ്ട് ജോ പിസ്സയിലേക്ക് കയറാൻ. അതിനുശേഷം ഓർഡർ ചെയ്തിട്ട് നമുക്ക് പിസ്സ കിട്ടാൻ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു പ്ലാൻ. എന്നിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നർ കഴിച്ച് തിരിച്ച് ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ബാഗ് എടുത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേ ഞങ്ങളുടെ ഉണ്ടായത്. സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങളുടെ ഫസ്റ്റത്തെ പ്ലാൻ
സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകുന്ന 2 വഴിക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ന്യൂജേഴ്സി വഴിയുണ്ട്, ന്യൂയോർക്ക് സൈഡിൽ നിന്നുണ്ട്. അത് ന്യൂയോർക്ക് സൈഡിലത്തെ എന്ന് പറയുന്നത് ബാറ്ററി പാർക്കാണ്. ബാറ്ററി പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് അതിൻ്റെ എൻട്രൻസ് ഉള്ളത്. അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ലക്ഷ്യപ്പെട്ട് ഞങ്ങൾ ആദ്യം പോയി ക്യൂവിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു. കുറേ നേരം നിന്ന് ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ടിൽ യാത്ര ചെയ്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് എത്തി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് അതിൻ്റെ മേലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല. അത് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. ഏകദേശം 3 months ബിഫോർ നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ആ സ്റ്റാച്യൂയുടെ ഉള്ളിൽ ക്രൗൺ വരെ പോകാൻ പറ്റും. നമുക്ക് അതിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഞങ്ങൾ തൊട്ട് താഴെ കൂടെ ഞങ്ങൾ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും ഒരു ഉച്ച നേരമായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. അവിടുത്തെ പിസയും അവിടുന്ന് സ്മൂത്തിയൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് തിരിച്ച് അവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലൊക്കെ കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഏലീസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു ബോട്ട് വഴി നമുക്ക് പോകേണ്ട സ്ഥലമാണ്. ഏലീസ് ഐലൻഡ് എന്ന് പറയുന്നത് ഒരു സ്ലേവ്സിനൊക്കെ പണ്ട് ഇരുത്തിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിയം പോലെയുള്ള സംഭവമാണ്. അപ്പോൾ അവിടെയും ഞങ്ങൾ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് തിരിച്ച് ഞങ്ങൾ കരയിലേക്ക് കയറി. ബോട്ടിലാണ് തിരിച്ച് വന്നത്. തിരിച്ച് കയറി ഞങ്ങൾ ലക്ഷ്യപ്പെട്ടു പോയത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻ്റർ മെമ്മോറിയൽ, അതായത് 9/11 മെമ്മോറിയലിൻ്റെ അവിടേക്കാണ് പോയത്. അവിടെ നശിച്ചുപോയ 2 ബിൽഡിംഗ് സ്ഥാനത്ത് 2 ഫൗണ്ടനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് സ്ക്വയർ ഷേപ്പിൽ. വലിയൊരു ഫൗണ്ടൻ, എനിക്ക് തോന്നുന്ന ആ ബിൽഡിങ്ങിൻ്റെ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഫൗണ്ടനാണ്. പിന്നെ തൊട്ടപ്പുറത്ത് പുതിയ വേൾഡ് ട്രേഡ് സെൻ്റർ ഭയങ്കര ഹൈറ്റിൽ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ആ ഫൗണ്ടന് ചുറ്റും മരിച്ച ആൾക്കാരുടെ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം തൊട്ടപ്പുറത്തൊരു മോളുണ്ട് വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ഭാഗമായിട്ടുള്ളത്, ഒക്ലസ് വേൾഡ് ട്രേഡ് സെൻ്റർ എന്ന് പറയുന്നത്. അതൊരു ഗംഭീര സ്ട്രക്ചറിലാണ് അത് ഉണ്ടാക്കിയത്. ഒരു പ്രത്യേകത തന്നെയുണ്ട്. നമ്മൾ ഭയങ്കര ഒരു പ്രത്യേക ഷേപ്പാണ്. അത് നേരിട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അതൊരു ഹ്യൂജാണ്, വലിയ സൈസിലാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷേ നമ്മൾ ആ മോളുടെ ഷേപ്പും ഇതൊക്കെ ആസ്വദിച്ചു. രാത്രി അവിടെ ലൈറ്റ് ഷോസൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം, പക്ഷേ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. അത് ആസ്വദിച്ച ശേഷം പിന്നെ ഞങ്ങൾ പതുക്കെ നീങ്ങിയത് ഇൻസ്റ്റലേഷൻസൊക്കെ കാണിക്കുന്ന പല ഇൻസ്റ്റലേഷൻസ്, വിഷ്വൽ ഓഡിയോ ഇൻസ്റ്റലേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്ന കുറേ ആർട്ട് ഗാലറീസ് ഉണ്ട്. അതിൻ്റെ കുറേ എണ്ണം ഉണ്ട് അവിടെ. പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്തത് മെർസൽ ലാബായിരുന്നു. മെർസൽ ലാബിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. ടിക്കറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം $50 ആവറേജ് ആയിട്ടുള്ള ടിക്കറ്റാണ്. നമ്മൾ എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറി. ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവരുടെ ഇൻസ്റ്റലേഷൻസ് എല്ലാം തീം ബ്രെയിനിൽ കണ്ണ് കാണാത്തവൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കുറേ ഇൻസ്റ്റലേഷൻസാണ് ചെയ്തു വെച്ചിരുന്നത്. അതൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വാൾ സ്ട്രീറ്റിൻ്റെ ആ ഭാഗത്തേക്ക് നീങ്ങി. അവിടെ നമ്മുടെ വാൾ സ്ട്രീറ്റ് ബുള്ളിനെ കണ്ടു. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അടുത്ത സ്ഥലമായ ഫിയർലെസ് ഗേളിനെ കാണാൻ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചുറ്റും നോക്കാൻ ചെറിയൊരു സ്റ്റാച്യു ആണ്. പക്ഷേ അത് ഞങ്ങളടുത്ത് ചോദിച്ചു, അയാൾ പറഞ്ഞു തന്നു. ഞങ്ങളത് കണ്ടിട്ട് ആ സ്റ്റാച്യൂയുടെ നിപ്പ് തന്നെ നമുക്ക് ആ പേരിനെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ കുട്ടിയുടെ ആ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫിയർലെസ് ഗേൾ ഗംഭീരമാണ്. ഞങ്ങൾ രാത്രിയാണ് അതൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ശേഷം പിന്നെ ഞങ്ങൾ ലക്ഷ്യമിട്ടത് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ്. അത് നൈറ്റ് വ്യൂ, ഗംഭീര വ്യൂ ആണ്. ബ്രൂക്ലിൻ്റെ ഞങ്ങൾ ഡംബോ എന്ന് പറഞ്ഞ സൈഡിലേക്കാണ് ഞങ്ങൾ പോയത് രാത്രി. അവിടെ പോയി നിന്ന് അവിടെ ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ബ്രൂക്ലിൻ്റെ ബ്രിഡ്ജിൻ്റെ ഫോട്ടോസും ബിൽഡിങ്ങിൻ്റെ നൈറ്റ് വ്യൂ, സ്കൈലൈൻ വ്യൂ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അന്നത്തെ ദിവസം ഞങ്ങൾ സെറ്റിൽ ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നേരെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ, ന്യൂയോർക്കിലെ ഏറ്റവും ഫേമസ് സ്റ്റേഷനാണ്, പഴയ സ്റ്റേഷൻ ആണ്. അതിൻ്റെ ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ കുറേ മൂവീസിലൊക്കെ ഈ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ സ്റ്റേഷനിൽ പോയി അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അവിടുത്തെ ട്രെയിനൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്യണത് അതൊക്കെ ഞങ്ങൾ പോയി നോക്കി. പിന്നെ വലിയൊരു മോൾ പോലെയാണ്. അതിന് ചുറ്റും കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഉണ്ട്. ഭയങ്കര ഒരു പാലസിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ആ സ്റ്റേഷനെ നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നു നോക്കി എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുമോ, ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിച്ചു.
പക്ഷേ ഞങ്ങൾ പരമാവധി ഞങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചു അവിടെ. അതിനുശേഷം ഞങ്ങൾ ലക്ഷ്യമിട്ടത് സെൻറ്റ് പാട്രിക് ചർച്ചിലേക്കാണ്. സെൻറ്റ് പാട്രിക്സ് ചർച്ച് അതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ മാസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്റ് പാട്രിക്സ് ചർച്ചിൽ ചുറ്റും നമുക്ക് നടന്ന് കാണാൻ സാധിക്കും. സെൻറ്റ് പാട്രിക്സ് ചർച്ചിൻ്റെ അവിടെ തന്നെ ഒരു വിസിറ്റേഴ്സിന്, ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടുക്ക് മാസ് നടക്കുമ്പോൾ മാസ് അറ്റൻഡ് ചെയ്യാൻ വന്നവരുടെ സെക്ഷനുമുണ്ട്. അപ്പോൾ അവിടെ വോളണ്ടിയേഴ്സ് ഇത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. നമ്മൾ ടൂറിസ്റ്റിനെയും മാസ് അറ്റൻഡ് ചെയ്യാൻ വന്നവരുടെയും. ഞങ്ങൾ പള്ളി കണ്ടു. പള്ളി ഭയങ്കര ഫേമസ് പള്ളിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. പള്ളി കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടുത്തെ ഫേമസ് മ്യൂസിക് ഹാളാണ് റേഡിയോ സിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഭാഗത്തേക്ക് പോയി ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു. അതിൻ്റെ അകത്തേക്ക് കയറിയില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങാണ്. ഭയങ്കര ഫേമസ് ബിൽഡിങ്ങാണ്. ഭയങ്കര ഹൈറ്റിലുള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അവിടെ ഒരു ഫൗണ്ടനും അവിടെ ചെറിയൊരു ഫുഡ് കോർട്ട് ഏരിയ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഒരു അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര ലൈവ്ലി ഏരിയ ആണ്. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. പോകുന്ന വഴിയിൽ ഞങ്ങൾ നിൻ്റെ അവിടെ കുട്ടികളുടെ കൂടെ, അപ്പം നിൻ്റെ അവിടെ ഒരു ഷോറൂം കണ്ടു. അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ നടന്നു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾ യാത്ര ഇട്ടത് സെൻട്രൽ പാർക്കിലേക്ക് അവിടെ പോയി ഞങ്ങൾ റിക്ഷ റൈഡ് എടുത്തു. ഏകദേശം 10 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും നടക്കാനും കാണാനും. അപ്പോൾ ഞങ്ങൾ റിക്ഷ എടുത്തു. റിക്ഷയ്ക്ക് $50 അങ്ങനെ റിക്ഷ എടുത്ത് ഞങ്ങൾ ചുറ്റും സ്ഥലങ്ങൾ കാണാൻ. അവിടെ ഫിലിം ലൊക്കേഷൻസാണ് കൂടുതലുള്ളത്. ചില ഏരിയകൾ പല സ്പോട്ടുകളുണ്ട്. അവർ നമുക്ക് നേരത്തെ കൂട്ടി പറയും ഈ സ്പോട്ട്സൊക്കെ എല്ലാത്തിലും കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 1 മണിക്കൂറുടെ റിക്ഷ ഡ്രൈവാണ് അത് ഉള്ളത്. അപ്പോൾ അതിൽ കുറേ ഫേമസ് ബിൽഡിങ്ങുകളുടെ അടുത്തേക്ക് പോയി. കുറേ ഫിലിം ലൊക്കേഷൻസ്, കൽഹോനോഹോ, സ്പൈഡർമാൻ, അങ്ങനെ പല ലൊക്കേഷൻസ് ഷൂട്ട് ചെയ്തത്, അവെഞ്ചേഴ്സ്, അങ്ങനെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസൊക്കെ ഉണ്ട് ആ സെൻട്രൽ പാർക്കിനുള്ളിൽ. അവിടെയൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോയി. ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഞങ്ങൾ നൈറ്റാണ് കണ്ടത്. അപ്പോൾ അത് ഡേ ടൈമിൽ എങ്ങനെയുണ്ടാവും, അതിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൂടി ലക്ഷ്യമിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോയി ഞങ്ങൾ ടാക്സി പിടിച്ചാണ് പോയത്. അവിടെ പോയിട്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ കുറേ നേരം ഞങ്ങൾ നടന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നടന്നു ഞങ്ങൾ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് ലക്ഷ്യമിട്ട് പോയത് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങാണ്. അപ്പോൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ നിന്ന് ടോപ്പ് വ്യൂ ആണ് ഞങ്ങൾ ലക്ഷ്യമിട്ട് പോയത്. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂയുടെ ടിക്കറ്റും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടിക്കറ്റിൻ്റെ കാര്യമുണ്ട്. സിറ്റി പാസ് പറഞ്ഞ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിരുന്നത്. സിറ്റി പാസിൽ നമുക്ക് പല ടൈപ്പ് സിറ്റി പാസ് ഉണ്ട്. ഞങ്ങൾ C3 എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി പാസ് എടുത്ത് C3യിൽ 3 ബിൽഡിങ്സിൽ കയറാനുള്ള ടിക്കറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഒരു ലിസ്റ്റ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലക്ഷ്യമിട്ട് പോയി. അങ്ങനെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോയി. അങ്ങനെ പല ഇൻസ്റ്റലേഷൻസ് അതിൻ്റെ ഉള്ളിൽ കണ്ടു. നല്ല രസകരമായ ഇൻസ്റ്റലേഷൻസ്, പിന്നെ മൂവീസ്, കിങ് കോങ്, അങ്ങനെ കുറേ റെഫറൻസസുകളുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഏറ്റവും ടോപ്പ് വ്യൂവിലെത്തി. പക്ഷെ അന്ന് വ്യൂ ഇല്ലാത്ത ദിവസമായിരുന്നു. നല്ല മഴക്കാലമായിരുന്നു. കോട നിറഞ്ഞിരിക്കുകയായിരുന്നു. ഏറ്റവും ടോപ്പിലെത്തി. പക്ഷേ ആ കോട അനുഭവിച്ച് തന്നെ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. നന്നായിട്ട് ആസ്വദിച്ചു ഞങ്ങൾ. അത് സിറ്റി വ്യൂ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷമം തോന്നിയില്ല. ആ കോട തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഞങ്ങൾ ആസ്വദിച്ച ശേഷം രാത്രി ഞങ്ങൾ സിറ്റി കൂടെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾ ജോ പിസ്സ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് ലക്ഷ്യമിട്ട് ഞങ്ങൾ ക്യൂ നിന്നു. ഏകദേശം 200 മീറ്ററോളം ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ക്യൂവിൽ ഇരുന്ന് ഒരു 3/4 മണിക്കൂറായപ്പോഴത്തേക്കും ഭയങ്കര ഫാസ്റ്റ് ഡെലിവറി തന്നെയായിരുന്നു. 3/4 മണിക്കൂറായപ്പോഴത്തേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഓർഡർ ചെയ്ത് പിസ്സ മേടിച്ചു, കഴിച്ചു. അങ്ങനെ ഞങ്ങളത് വന്ന കാര്യം നടത്തി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. 3-ാമത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ അവസാനിച്ചു. 4-ാമത്തെ ദിവസം ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ ന്യൂയോർക്കിൽ സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് അവിടെ ഞങ്ങൾ വെച്ചു. അതിനുശേഷം ഞങ്ങൾ കാണാനിറങ്ങിയപ്പോൾ റോസ്വെൽറ്റ് എന്ന ട്രാംവേ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസാണ്. റോപ്പ് വേ ആണ്. ഒരു ബസ് പോലത്തെ ഒരു ക്യാബിൻ സിറ്റിയിൽ നിന്ന് റോസ്വെൽറ്റ് ഐലൻഡിലേക്ക് ട്രാൻസ്പോർട്ടേഷനാണ്. അതാണ് ഞങ്ങൾ ആസ്വദിച്ചത്. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്പൈഡർമാൻ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സംഭവം. അത് നല്ല രസമാണ്. ഒരു $2.7 ആണ് അതിന് ഒരു ടിക്കറ്റിന്. ഞങ്ങളതെടുത്ത് 2 and 4 ആണ് ആ റേറ്റ്. ഞങ്ങൾ റോസ്വെൽറ്റ് ക്യാബിനിൽ കയറി.
അപ്പുറത്ത് പോയി ട്രാംവേയിൽ പോയി അപ്പുറത്ത് പോയി ഐലൻഡിൽ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് സിറ്റിയിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ ലക്ഷ്യമിട്ടത് ഞങ്ങൾ ചൈന ടൗൺ കാണാമെന്നാണ്. പക്ഷേ അപ്പോഴത്തേക്കും കാലാവസ്ഥ ഭയങ്കര മറിഞ്ഞു തുടങ്ങി. നല്ല മഴക്കാരായി. റോസ്വെൽറ്റിൽ വെച്ചടക്കം ചെറിയൊരു മഴ പെയ്തിരുന്നു. എന്നാലും കാര്യമാക്കിയില്ല. ഞങ്ങൾ ഐലൻഡ് കണ്ടു. പിന്നീട് ഞങ്ങൾ ചൈന ടൗണിൽ ലക്ഷ്യമിട്ട് ടാക്സി വിളിച്ച് ഞങ്ങൾ ചൈന ടൗണിൽ പോയപ്പോൾ അവിടെ കുറച്ച് നേരം നടന്ന് സ്ട്രീറ്റിൽ കൂടെ നടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ല ഗംഭീര മഴയായി. അപ്പോഴത്തേക്ക് ഉച്ചനേരമായിരുന്നു. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ലക്ഷ്യമിട്ട് നല്ല റെസ്റ്റോറൻറ്റുകൾ അന്വേഷിച്ച് നടന്നു. ടു വോക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 6 മണിക്ക് എയർപോർട്ടിൽ എത്താനുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ലക്ഷ്യമിട്ട് അവിടെ നിന്ന് സ്റ്റോറേജിൻ്റെ അവിടേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ന്യൂയോർക്ക് യാത്ര അങ്ങനെയായിരുന്നു. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. ഇതിൽ ഞങ്ങൾക്ക് കുറേ സ്ഥലത്ത് കൂടുതൽ പൈസ ചിലവായി, ചില സ്ഥലത്ത് കുറവ് പൈസ ചിലവായി. ഏതൊക്കെ ടിക്കറ്റ്സ് ഞങ്ങൾ എടുത്തു, എന്താണ് ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ്, ഞങ്ങൾക്ക് തരാൻ പറ്റാവുന്ന ഞങ്ങളുടെ അനുഭവങ്ങൾ, അതൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തെ 360 വീഡിയോ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ പ്ലാനുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.